ഞാൻ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും നമ്മൾ ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം എന്നാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ലോകത്തിൽ തന്നെ ഡയബറ്റീസ് ക്യാപിറ്റലാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് എവിടെയാണെന്ന് അറിയോ? നമ്മുടെ കേരളത്തിൽ. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും അവരുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറച്ച് ഹെൽത്തി കഴിക്കാനും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാനും ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ മിക്ക ആൾക്കാർക്കും അതിനെ ലൈഫ് സ്റ്റൈൽ ആക്കാൻ പറ്റാറില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കാം? ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാമെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ന്യൂട്രീഷനിസ്റ്റ് മനീഷ്. വെൽക്കം ടു ന്യൂട്രിമാൻ വെൽനെസ്. ഞാൻ 7 years ആയിട്ട് ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഡയറ്റ് ഗൈഡൻസും ഡയറ്റ് പ്ലാൻസും അവരുടെ ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ പലരുടെയും ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറ്റ് ഭയങ്കര ബോറിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഡയറ്റിൽ കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഡയറ്റ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ വീട്ടിലെല്ലാം സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ഡയറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമാണ് പലർക്കും ഡയറ്റ് ലോങ് ടേമിൽ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റാതായി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറ്റിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാർബോഹൈഡ്രേറ്റ് എന്താണ്, കാലറീസ് എന്താണ്, പ്രോട്ടീൻ എന്താണ്, പ്രോട്ടീൻ്റെ ഫുഡ് എന്താണ്, ഇതിനൊക്കെ കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ അത് കാണാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻഡെപ്ത് പോകേണ്ട ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ജസ്റ്റ് ഡയറ്റ് ഒന്ന് നോക്കിയാൽ മതി, കുറച്ചൊക്കെ ഫിറ്റ് ആയിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഡയറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഗോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫുഡും സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഫുഡിനെ തന്നെ കുറച്ചൊന്ന് ക്വാണ്ടിറ്റിയും കോമ്പിനേഷൻസ് ഒക്കെ ശരിയാക്കിയാൽ തന്നെ അതൊരു ഡയറ്റ് ഫുഡാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ രാവിലെ കഴിക്കുന്നത് എന്തായിരിക്കും? ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം, ഇങ്ങനെയുള്ള ഫുഡൊക്കെ അല്ലേ? ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ഫുഡാണ്. അപ്പോൾ ഇത് അളവ് നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും. ഇത് എക്സസ് ആയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ഗെയിൻ ഒക്കെ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പോർഷൻസ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത്, പിന്നെ നമ്മുടെ ശരീരത്തിന് മെയിൻലി എല്ലാ മീൽസിലും വേണ്ട കുറച്ച് ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീനും ഫൈബറും ഒക്കെ. ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണല്ലോ അധികം മലയാളീസും. അപ്പോൾ ചിക്കൻ, ഫിഷ്, എഗ്ഗ്, ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാത്തവർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ ലൈക്ക് പനീർ, മിൽക്ക്, കേർഡ്, നമ്മുടെ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങളൊക്കെ നല്ല പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് നിങ്ങൾക്ക് കുറച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദഹനം ശരിയാവാനും. അതേപോലെ നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ ഓബ്വിയസ്ലി വിശക്കും, നമുക്ക് ഒരുപാട് ക്രേവിങ്സ് വരും. ആ ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡയറ്റിൽ ഒരുപാട് കാലറീസ് ഇല്ലാത്ത ഫില്ലർ ആയിട്ടുള്ള ഫുഡ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫില്ലർ ആയിട്ടുള്ള ഫുഡാണ് ഫൈബർ അടങ്ങുന്ന ഫുഡ്, അധികവും ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ. ഇനിയിപ്പോൾ ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ മലയാളീസ് ഒരുപാട് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് നാളെ മുതൽ നിങ്ങൾ ഫിറ്റ് ആയിരിക്കണമെങ്കിൽ ചോറ് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഡയറ്റ് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ചോറ് കഴിക്കണം. ചോറിൻ്റെ അളവ് കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചോറിൻ്റെ അളവ് കുറയ്ക്കാം. അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി പിന്നെയും വിശക്കും. അപ്പോൾ എന്ത് ചെയ്യണം? പച്ചക്കറി കൂട്ടണം. അതേപോലെ മീൻ, ചിക്കൻ, മുട്ട, നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ ഫുഡ് ഇൻക്രീസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ഓയിലി ആക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന കറികളാണെങ്കിലും പറ്റുന്നത്രയും കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാലറീസ് ഒരുപാട് കൂടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് പോയി കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓയിൽ കുറച്ചിട്ടുള്ള കറികൾ, അല്ലെങ്കിൽ ഈ ഫ്രൈഡ് ചിക്കൻ്റെ പകരം നിങ്ങൾക്ക് ഗ്രിൽ ചിക്കനോ അൽഫാമോ തന്തൂറോ ഇങ്ങനെയുള്ള ഫുഡ് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഡിന്നറിലോട്ട് വരുവാണെങ്കിൽ പല മലയാളീസും ചെയ്യാറ്, രാത്രി ചോറ് കഴിച്ചാൽ വണ്ണം വെക്കുമെന്ന് പറഞ്ഞ് ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ആക്കുന്ന ഒരു ശീലമുണ്ട്. കുഴപ്പമില്ല, ചപ്പാത്തി ആക്കിയോണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചോറിന് പകരം ചപ്പാത്തി അതേ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഫാറ്റിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതേപോലെ ചോറിന് നിങ്ങൾ പോർഷൻ കൺട്രോൾ ചെയ്യുന്ന അതുപോലെ ചപ്പാത്തിക്കും ഒരു ക്വാണ്ടിറ്റി കൺട്രോൾ വേണം. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്, കൂടുതൽ പ്രോട്ടീനും ഫൈബറും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കാൻ പറ്റും. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് കഴിച്ചുകൊണ്ട്, വീട്ടിലെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരുപാട് എക്സ്പെൻസീവ് ഡയറ്റിലോട്ട് പോവാതെ തന്നെ. പിന്നെ ഒരു മെയിൻ പ്രശ്നം വരുന്നത് സ്നാക്കിംഗ് ആണ്. നമ്മൾ മലയാളീസ് അധികം കഴിക്കുന്നത് ജങ്ക് ഫുഡ്സ് ആണ്. സ്നാക്ക് സമയത്ത് ബേക്കറി ഫുഡ്സും മിച്ചറും കാര്യങ്ങളൊക്കെ. ചായ ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് സ്നാക്കിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ഹെൽത്തി സ്നാക്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മഖാന എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടും, റോസ്റ്റഡ് ചന, നമ്മുടെ അൺസോൾട്ടഡ് ആയിട്ടുള്ള പീനട്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി സ്നാക്സ്, പിന്നെ എൻ്റെ പേജിലും ഒരുപാട് ഹെൽത്തി സ്നാക്സ് റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്നാക്സിലോട്ട് മാറാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്കൊരു ഹെൽത്തി ആൻഡ് ഫിറ്റ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് റെഡിയായി. ഡയറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വർക്കൗട്ടാണ്.
പലർക്കും നല്ല മടിയാണ് വർക്കൗട്ട് ചെയ്യാൻ ഒരു മൂഡേ ഉണ്ടാവില്ല. മൺഡേ തൊട്ട് തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, അടുത്ത വർഷം തുടങ്ങാം, ന്യൂ ഇയറിൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ട് തീരെ ചെയ്യാറേ ഇല്ല. നിങ്ങൾ വർക്കൗട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ മെയിൻലി ആലോചിക്കേണ്ടത് ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നാൽ മതി. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെ, പക്ഷേ എല്ലാവരും അത് ഒരേപോലെ എൻജോയ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്ര മാത്രം, ഞാൻ എന്തെങ്കിലും ചെയ്ത് മൂവിങ് ആയിരിക്കണം. അതായത് ഒറ്റ ഇരിപ്പ് തന്നെ ആയിരിക്കാൻ പാടില്ല ത്രൂ ഔട്ട് ദ ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്നതാണ് ഇഷ്ടം, അതല്ല നിങ്ങൾക്ക് സ്വിം ചെയ്യുന്നതാണ് ഇഷ്ടം, അല്ല ജസ്റ്റ് നടക്കാൻ പോവുക, റണ്ണിങ് പോവുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങാം ഇനീഷ്യലി. ഓക്കെ, അതായത് നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സോ 1 hour മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. പിന്നെ എന്താവും എന്ന് വെച്ചാൽ നിങ്ങൾ എവറി വീക്കിൽ നിങ്ങളൊരു 4-5 ഡേയ്സെങ്കിലും നിങ്ങൾക്ക് വേണ്ടി 1 hour മാറ്റി വെക്കുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യം ആക്റ്റീവ് പേഴ്സൺ ആയി. അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസിനനുസരിച്ച് വേണമെങ്കിൽ കാര്യങ്ങളെ മാറ്റിയെടുക്കാം. അതായത് നിങ്ങളിപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ വലിയ രീതിയിൽ എൻജോയ് ചെയ്യാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ ആ ഒരു 1 hour പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചോ നിങ്ങളുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ ആക്റ്റീവാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ട്സും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ട്സും ഒക്കെ ശരിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഉറക്കമാണ്. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് റിക്കവർ ആവുന്നത് നമ്മളൊരു പ്രോപ്പർ ഉറക്കം കിട്ടുമ്പോഴാണ്. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മിനിമം ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പെങ്കിലും വേണം നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിക്കവറായി ഹോർമോൺസൊക്കെ പ്രോപ്പർ ബാലൻസ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഡയറ്റും വർക്കൗട്ട്സും ഒരുവിധം കറക്റ്റായി തുടങ്ങിയാൽ നിങ്ങൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് കറക്റ്റ് ഒരു സമയത്ത് ഉറങ്ങാൻ നോക്കാം, രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേക്കാൻ നോക്കാം. അപ്പോൾ അതിലൊരു 7 hours എങ്കിലും മിനിമം, പറ്റുവാണെങ്കിൽ ഒരു 8 hours സ്ലീപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ബോഡി ഒരു സിങ്കിൽ വരാൻ തുടങ്ങും, നിങ്ങളുടെ റിക്കവറി കറക്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വിശക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒരു പ്രോപ്പർ മെഷീൻ പോലെ വർക്ക് ആവുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ട്സും ഉറക്കമൊക്കെ ശരിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുന്നത് കറക്റ്റ് ആക്കാൻ നോക്കാം. കാരണം നമ്മുടെ ബോഡിയുടെ ഡൈജഷനും അതേപോലെ നമ്മുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷനും ഒക്കെ കറക്റ്റായി നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് അവരുടെ ബോഡി വെയ്റ്റിൻ്റെ kgയിൽ 35 ml വെള്ളം ഒരു ദിവസം വേണം. അതായത് ഒരു 100 kg ഉള്ള ഒരാൾക്ക് ഇൻറ്റു 35 ml, അതായത് 3.5 liter പെർ ഡേ ആണ് അവരുടെ ബേസിക് വാട്ടർ റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്രയാണ് വെള്ളം കുടിക്കുന്നത് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ പതിയെ ഓരോ ദിവസം 1-2 ഗ്ലാസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വെള്ളം കുടിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ദഹനവും മറ്റ് ഫങ്ഷൻസൊക്കെ കറക്റ്റായി നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡയറ്റ് ശരിയായി, നിങ്ങൾ കുറച്ചൊന്ന് ആക്റ്റീവായി, നിങ്ങൾ ഉറങ്ങുന്നത് ശരിയായി, നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റായി, ഇതൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മെയിൻലി നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്താണ്. അതായത് സ്ട്രെസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സ്ട്രെസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് പോസിബിൾ അല്ല, പക്ഷേ എത്ര നമ്മൾ സ്ട്രെസ്ഫുൾ ആവും എന്നുള്ളത് നമ്മുടെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുവിധം നമ്മുടെ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രെസ് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ, സ്ട്രെസ് എപ്പോഴും കൂടുതലായിരിക്കുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ എപ്പോഴും കൂടുതലായിരിക്കും. ഈ ഹോർമോൺ കൂടുതലായിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള ഹോർമോൺസിലൊക്കെ ഇംബാലൻസ് വരുന്നത്. അപ്പോൾ പ്രൊലോങ് സ്ട്രെസ്സാണ് പ്രശ്നം. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി സ്ട്രെസ്ഡ് ആണ്, അതേ ഒരു കാര്യം ആലോചിച്ച് തല പുണ്ണാക്കാൻ അറിയുന്നില്ല, അതാണ്. അപ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കൗട്ടിൽ ഫോക്കസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേറെ എന്ത് ഹോബിയാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ നോക്കുക. കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ സ്ട്രെസ്സ് ഒന്ന് റിലീസ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സ്ട്രെസ്സും മാനേജ് ആയി നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തും നന്നായിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരും. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പതിയെ പിന്നെ അതൊരു നോർമൽ സംഭവമാണ്. അതായത് ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കാൻ ഇത്ര ഡയറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി ഫിറ്റാവും. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ അതിനെ ഒരു നോർമൽ റൂട്ടീൻ ആക്കിയാൽ മതി. ഇതിനൊരു ഭയങ്കര സംഭവം ആക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ഒരു ഫിറ്റ്നസ് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഇനിയും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം. ഇത് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഞാനായിട്ട് ഡയറക്റ്റ് 1-on-1 കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡയറ്റോ എന്ത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ടിപ്സുമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.